ഹലോ ടാരറ്റ് ലവേഴ്സിലേക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായും ഒഴിവാക്കാനുള്ള കാരണം എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ചൊക്കെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇവരുടേത്. അപ്പോൾ ഇവർ ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങളെയും കാണുന്നത്. അതായത് മുന്നത്തെ ഒരു അതായത് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പായ ടൈമിൽ ഈ വ്യക്തി വളരെയധികം സന്തോഷത്തോടെ നിങ്ങളോട് സംസാരിക്കുകയും വളരെയധികം കെയർ കാണിക്കുകയും വളരെയധികം നിങ്ങളെ ലവ് ചെയ്യുകയും നിങ്ങൾക്ക് അതായത് നിങ്ങളിപ്പോൾ മെസ്സേജ് അയച്ചാൽ ഉടൻ തന്നെ റിപ്ലൈ തരികയും അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാകുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ വ്യക്തി വളരെയധികം മാറിമറിയുകയും ഒരു തേർഡ് പാർട്ടിയിലേക്ക് ഈ വ്യക്തി വളരെയധികം ആകർഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ട് അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുവാനിരുന്ന ഒരാളല്ല. അതായത് ഈ വ്യക്തിക്ക് എന്താണ് മറ്റുള്ളവരുടെ സ്വഭാവം, മറ്റുള്ളവരുടെ സ്വഭാവം എന്താണെന്നും മറ്റുള്ളവരെങ്ങനെയായിരിക്കാം ഈ വ്യക്തിയെ കാണുന്നതെന്നും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ വരവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി വളരെയധികം നിങ്ങളിൽ നിന്നും ഈ വ്യക്തിയെ അകറ്റിയിട്ടുണ്ടാവാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കാണാനായിട്ട് വിളിക്കുന്ന ഒരു സമയത്തൊക്കെ ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കോളൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി തേർഡ് പാർട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം ബ്രേക്ക് ആവാനായിട്ടുള്ളൊരു കാരണം തന്നെ. അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തന്നെ വിട്ടുമാറുകയും അതായത് കോൺവെർസേഷൻ പോയിട്ട് ഒരു മെസ്സേജ് പോലും ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് വരാത്ത ഒരു ദിവസങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇത്രയും മാറിമറിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്റ്റാറ്റസിന് നിങ്ങൾ ചേർന്നതല്ല, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ടാവാം. അതായത് നിങ്ങൾ വളരെ സമാധാനത്തിലും ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സമാധാനത്തിലും സപ്പോർട്ടായിട്ടും ഒക്കെ നിന്നിരുന്നത് നിങ്ങളായിരുന്നു. പക്ഷേ ഈ വ്യക്തി ഉടൻ തന്നെ അതായത് തൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസൊക്കെ സ്റ്റേബിളായപ്പോൾ നിങ്ങൾ ഒട്ടും ഈ വ്യക്തിക്ക് ചേർന്നതല്ല എന്നുള്ള രീതിയിലേക്ക് ഈ വ്യക്തിയുടെ ചിന്തകൾ പോയിട്ടുണ്ട്. അതിന് മെയിനായിട്ടുള്ള ഒരു കാരണം തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അതായത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു സംസാരത്തിലും അതേപോലെ തന്നെ ഇവരുടെ ഈ ഒരു മാനിപ്പുലേഷനിലും അതായത് ഇമോഷണലി ഒരു മാനിപ്പുലേഷനിലൊക്കെ ഈ വ്യക്തി വളരെയധികം വീണ് പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം അഭിനയിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്, വളരെയധികം അഭിനയിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മുന്നിൽ. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു വലയിലേക്ക് നിങ്ങളുടെ വ്യക്തി വീണു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തൻ്റെ കാര്യങ്ങൾ താൻ ഓർക്കാതെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ മാറ്റിവെക്കുകയും അതായത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി തൻ്റെ സമയവും തൻ്റെ അതായത് ഇപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ടൊക്കെ അതായത് ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ഈ നിങ്ങളുടെ വ്യക്തിയുമായിരിക്കാം വിളിക്കുന്നുണ്ടാകുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയവും ഒക്കെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി കുറേ കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹവും അതായത് നിങ്ങളോടുള്ള ഒരു കരുതലുമൊക്കെ ഈ വ്യക്തിക്ക് പതിയെ കുറഞ്ഞു വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ തേർഡ് പാർട്ടിയിൽ നിന്നും പൂർണ്ണമായിട്ട് ഈ വ്യക്തി ഒഴിയാനുള്ളൊരു കാരണം തന്നെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി ഈ വ്യക്തിയെ വളരെയധികം ഫിനാൻഷ്യലി ഒക്കെ അതായത് മണിയുടെ കാര്യത്തിലൊക്കെ വളരെയധികം മിസ്യൂസ് ചെയ്തിട്ടായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി
അതായത് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ആ ഒരു പ്രസൻസും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ വിലയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നത് തന്നെ. സോ ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം പറ്റിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് തേർഡ് പാർട്ടിക്ക് വളരെയധികം പ്രയോറിറ്റി കൊടുക്കുകയും നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയും ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, അതായത് നിങ്ങളെ ഒട്ടും വേണ്ട, അതായത് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ വിളിച്ചാൽ പോലും ഈ വ്യക്തി സംസാരിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷനൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളോട് തന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ വ്യക്തിക്ക് പോരെ, എന്തുകൊണ്ടാണ് ഈ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ഞാൻ ഈ വ്യക്തിയുടെ മോശം സാഹചര്യത്തിൽ ഈ വ്യക്തിയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ അതായത് നിങ്ങളുടെ ആ ഒരു സത്യസന്ധതക്ക് ഒരു വിലയും ഇല്ലാണ്ടായി പോയി എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്താണ്, അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്താണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ ഒരു പ്രയോറിറ്റി തരും എന്ന് തന്നെയാണ് ഇവർ ഉറച്ചു ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും തിരികെ വരാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ റിലാക്സേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഇല്ലേന്ന് വളരെയധികം വെപ്രാളപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ വരവ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിലൂടെ തൻ്റെ തെറ്റുകൾ എന്താണെന്നും താൻ ചെയ്ത തെറ്റുകൾ എന്താണെന്നും അതായത് നിങ്ങളോട് കാണിച്ചിരിക്കുന്ന, അതായത് നിങ്ങളോട് കുറേ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം, നിങ്ങളെ കുറേ കരയിപ്പിച്ചിട്ടുണ്ടാവാം ഈ വ്യക്തി. അപ്പോൾ അതൊക്കെ എന്താണെന്നും ഈ വ്യക്തി വളരെയധികം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ട്ണറായിരിക്കാം. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ഒരു ആവശ്യവും ഇവിടെ കാണിക്കുന്നില്ല. ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. സോ പിന്നെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ മറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ എന്ന് തന്നെയാണ് ഇവിടെ നമ്മളോട് യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അതായത് നല്ല മൊമെൻറ്റ്സ് ആയാലും ചീത്ത മൊമെൻറ്റ്സ് ആയാലും എന്തായാലും മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യൂ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അതിൽ നിന്നും വളരെയധികം ജലസാണ് ഇവിടെ ഉണ്ടാകുന്നത്. അല്ലാണ്ട് അവരിൽ നിന്നും ഒരു സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, സപ്പോർട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഈ തേർഡ് പാർട്ടിയിൽ നിന്നും ഉടൻ തന്നെ ഈ വ്യക്തി വരാനായിട്ടും അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം എന്ന് തന്നെ ആഗ്രഹിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് ഡൗട്ട് ഒരിക്കലും വരുത്തണ്ട. നിങ്ങളുടെ സെൽഫ് വർത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ വരേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ആ ഒരു രീതിയിൽ വളരെയധികം സ്പെഷ്യലാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു രീതിയിൽ, അതായത് നിങ്ങളുടെ ഒരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ അപ്രോച്ചൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ ആയിരിക്കാം. ഓക്കെ, വളരെ ഇമ്പ്രഷൻ തരുന്ന രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ വളരെ യുണീക്കാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയാനായിട്ട് നമ്മളോട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി കുറേ മറച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ വരും ദിവസങ്ങളിൽ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ഇവിടെ കാണിച്ച് പറയുന്നുണ്ട്. സോ
ഈ വ്യക്തിക്ക് വളരെയധികം വിഷമമുണ്ട് നിങ്ങളെ അങ്ങനെയൊക്കെ, അതായത് നിങ്ങളെ വളരെയധികം നിങ്ങളെ വിഷമിപ്പിച്ചതിനും ഒക്കെ ഈ വ്യക്തിക്ക് വളരെയധികം വിഷമമുണ്ട്. സോ ആ ഒരു വിഷമങ്ങളൊക്കെ പറയാനായിട്ട് ഈ വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് പോകുന്നു. സോ പ്രാർത്ഥിക്കുക. ഓക്കെ, പ്രാർത്ഥിക്കുക. വേറെ ഒന്നും ചിന്തിക്കേണ്ട. നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ വിട്ട് കളയുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിംഗ്. താങ്ക് യു.